കർത്താവ് പറഞ്ഞ കാര്യം ഇപ്പോഴും പലർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 27-30 വരെ വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഈശോ അത്രമാത്രം പറയണമെങ്കിൽ കാര്യമുണ്ട് മക്കളെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം, ഞാനിതൊക്കെ പണ്ട് വായിച്ചപ്പം ആ ഭാഗം ഞാൻ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് വിടുമായിരുന്നു. ഇറ്റ്സ് ഓക്കെ, സം കൈൻഡ് ഓഫ് സിമിലി പാരബിൾ. എന്താണ്, വാട്ട് ഈസ് ദാറ്റ്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27-30 വരെ വാക്യങ്ങൾ. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയിലൊന്ന് നഷ്ടപ്പെടുന്നതാണ്. വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ്. ശരീരം മുഴുവൻ അഗ്നി തടാകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയിൽ ഒന്ന്, എന്താ, അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ട് ഒരു വികലാംഗനായി ജീവിച്ചൊന്നാലും സാരമില്ലെന്ന് പറയണത്. കൈയില്ലാത്തവനായി ജീവിക്കുക, കണ്ണില്ലാത്ത ജീവിച്ചാലും സാരമില്ല. നിൻ്റെ മുഴുവൻ നിത്യതയും നരകത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഭൂമിയുള്ള 10-80 വർഷം കുറച്ച് നഷ്ടം സഹിച്ച് ജീവിച്ചാൽ അത് മതി. ആരത് സീരിയസ് ആയിട്ട് എടുക്കണത്? ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊന്ന് സീരിയസ് ആയിട്ട് എടുത്ത് ഇത് സം കൈൻഡ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഇത് അന്നത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞതാണ്. നമ്മളെ ഇത് ബുദ്ധി വികസിക്കാത്ത കാലത്ത് പഴയ എന്താ പറയുന്നത്, ബാർബേറിയൻസ് അല്ലല്ലോ, പഴയ ആളുകളോട് പറഞ്ഞിരുന്നതാണ് ഇതൊക്കെ. ഇപ്പം നമ്മൾ അങ്ങനെയല്ല. അത് ഓൾഡ് സ്പിരിച്വാലിറ്റി, നൗ ഇറ്റ് ഈസ് മോഡേൺ സ്പിരിച്വാലിറ്റി. ഇപ്പം ഇറ്റ് ഈസ് നോട്ട് ബൈൻഡിങ്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു. പണ്ട് ഒരു നെഫാറിയോസ് എന്ന് പറഞ്ഞ ഫിലിമുണ്ട്, അത് കാണുന്ന നല്ലതാണ്. ഞാൻ കണ്ടിട്ടുള്ള ഫിലിമുകളിൽ ഒരെണ്ണമാണ് നെഫാറിയോസ്. അച്ഛൻ സിനിമ കാണുമെന്ന് ചോദിച്ചാൽ എന്നൊക്കെ പറഞ്ഞ്, ഈ നെഫാറിയോസ് എന്ന് പറഞ്ഞാൽ ഒരു പിശാചബാധിതനും ഒരു സൈക്കാട്രിസ്റ്റും തമ്മിലുള്ള 2 പേരിരുന്ന് ഒരു കസേരയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം പറയണതാണ്. ഇതാണ് 2 മണിക്കൂർ ഫിലിം. ഈ പിശാച് ബാധിതനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. കാരണം പുള്ളി എല്ലാവരും കൊല്ലും, കുറേ പേരെ കൊന്നു. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് പിടിച്ച് ജയിലിലടച്ചതിന് ശേഷം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചു. അപ്പോൾ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ഗവൺമെൻറ് ഒരു സൈക്കാട്രിസ്റ്റിനെ വിട്ടിരിക്കുകയാണ്. ഇയാൾ മാനസിക രോഗിയാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് കൊല്ലാനായിട്ട്. അപ്പോൾ ആദ്യത്തെ സൈക്കാട്രിസ്റ്റിനെ ഇയാൾ കൊന്നു. രണ്ടാമതൊരാളെ വീണ്ടും ഗവൺമെൻറ് വിട്ടു. ജസ്റ്റ് ഒരു റിപ്പോർട്ട് കിട്ടണം, അത്ര ആവശ്യമുള്ളൂ. കൊല്ലാൻ വേണ്ടി പോവുകയാണ് എന്തായാലും. അപ്പോൾ ഈ സൈക്കാട്രിസ്റ്റും ഈ പിശാച് ബാധിതനും തമ്മിലുള്ള സംഭാഷണമാണ് ഈ ഫിലിമിൻ്റെ. ഇത് നിങ്ങൾക്ക് ആമസോൺ കിൻഡിലോ പ്രൈമോ എന്തൊക്കെയോ സാധനം ഉണ്ട്, അതിനകത്ത് കിട്ടും. ഫ്രീ ആയിട്ട് പോയി കാണുക, ഇഷ്ടം പോലെ കാണുകയാണ്. ഇങ്ങനത്തെ സിനിമ കാണാൻ 5-6 തവണ കണ്ടാലേ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. കാരണം ഈ പിശാച് ബാധിതൻ്റെ പ്രത്യേകത, അദ്ദേഹം ഇങ്ങനെ സാധാരണ പോലെ സംസാരിക്കും, പെട്ടെന്ന് പിശാചായിട്ട് മാറുകയും ചെയ്യും. പിശാചിന് സംസാരിക്കുന്നത് നോർമൽ, പക്ഷേ സംസാരം പെട്ടെന്ന് നമുക്കത് പിശാചാണോ ഇയാളുടെ നോർമൽ സ്റ്റേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് 3-4 തവണ കേട്ടാലാണ് ഏതാ പിശാച് ഏതാ സംസാരിക്കുന്നത്. ഒരാൾ തന്നെ 2 സംസാരിക്കും. ഇങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പിശാച് കയറി സംസാരിക്കും. അങ്ങനത്തെ ഒരു സംഭവമാണത്. അപ്പോൾ പിശാചിൻ്റെ ലോകത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം പിശാച് വിശദീകരിക്കുന്നുണ്ട് അയാളിലൂടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ കഴിഞ്ഞപ്പോൾ ഈ സൈക്കാട്രിസ്റ്റിന് തോന്നി ഇയാൾ ശരി എന്തോ ഇയാളുടെ പിശാച്, അമേരിക്കൻ ഫിലിമാണ്, അമേരിക്കൻ സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി എന്തോ കുഴപ്പം ഇയാൾക്കുണ്ട്, നോട്ട് നോർമൽ. അപ്പോൾ അത് ഈ സൈക്കാട്രിസ്റ്റിന് തോന്നി സം ഡെവിളിഷ് ഇൻഫ്ലുവൻസ്. ഉടനെ പറഞ്ഞു ഒരു കാത്തലിക് പ്രീസ്റ്റിനെ കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെ അമേരിക്കയിലെ ആ സിറ്റുവേഷനിൽ വന്ന കാത്തലിക് പ്രീസ്റ്റ് ഭയങ്കര ലേണഡായ, ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിനൊന്നുമില്ല, നല്ല ലേണഡായ ഒരു PhD ഒക്കെ വലിയൊരു കാത്തലിക് പ്രീസ്റ്റ് വന്നു. ആ കാത്തലിക് പ്രീസ്റ്റിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ പിശാച് അലറി. പിശാച് പറഞ്ഞു നോ 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 എന്ന് പറഞ്ഞിട്ട് പിശാച് ഈ വാതിലെ കൂടെ ഓടിപ്പോകാൻ വേണ്ടി അങ്ങോട്ട് ചെന്നിട്ട് അതിൻ്റെ ഇടിച്ച് ആ വാതിലിൻ്റെ അവിടെ പോയി ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പോൾ അപ്പുറത്തെ വാതിലിൽ കൂടെ കാത്തലിക് പ്രീസ്റ്റ് കയറി വന്നപ്പോൾ സൈക്കാട്രിസ്റ്റ് പറഞ്ഞു ഹോളി വാട്ടർ വേണം, ഇതിനെന്ത് വെഞ്ചിരിക്കാനെന്ന് പറഞ്ഞു. ഇത് സം കൈൻഡ് ഓഫ് ഡീമൺസ് മേ ബി ദർ എന്ന് ഒരു സജഷൻ ഈ സൈക്കാട്രിസ്റ്റ് പ്രീസ്റ്റിനോട് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇവിടെ കിടന്ന് ഒച്ച നോക്കും, നോ 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 എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഉടനെ ഈ കാത്തലിക് പ്രീസ്റ്റ് സൈക്കാട്രിസ്റ്റിനോട് പറയാണ്, താങ്കൾ പറയണത് പോലെ ചില പിശാച് ബാധയെക്കുറിച്ചൊക്കെ പണ്ട് കാലത്ത് ഞങ്ങളുടെ ബുദ്ധി വികസിക്കാത്ത കാലത്ത് ചില അച്ഛന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പം ഞങ്ങളുടെ ബുദ്ധിയെല്ലാം വികസിച്ച് പോയി. ഇപ്പം ഞങ്ങളാരും അങ്ങനെ കരുതണില്ല. ഇറ്റ്സ് മേ ബി സം അതർ പ്രോബ്ലം. ഇത് ഇങ്ങോട്ട് പറഞ്ഞതും ഈ പിശാച് നേരെ തിരിഞ്ഞു. പിശാചിന്റെ മുഖം തെളിഞ്ഞു. ഉടനെ പിശാച് പറയാണേ, അപ്പം നമ്മൾ രണ്ടും ഒരു ടീമാണോ എന്ന്. ഈ ഹോളി വാട്ടറിനെ കുറിച്ചൊക്കെ ഒരു വിവരം വേണ്ടേ? എന്നിട്ട് പിശാച് അപ്പോൾ അടുത്ത് വന്നു, കൂട്ടുകാരന്മാർ അടുത്ത് പറഞ്ഞ പോലെ അടുത്ത് വന്നിട്ട് പറയാണേ, താങ്കൾ കുറച്ചും കൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. ഈ സൈക്കാട്രിസ്റ്റ് ആവുന്നത് അച്ഛനോട് പറഞ്ഞു, ഒരു ഇത് ചെയ്യണം, ഇതെന്ന് ഡെലിവറി ചെയ്യണമെന്ന്. നോ നീഡ് ഓഫ് സച്ച് പ്രാക്ടീസസ്. ഇതുപോലെ നമ്മുടെ ബുദ്ധി വികസിച്ചതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 27-30 പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ ജീവിച്ചാൽ നരകത്തിൽ പോകും നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. പക്ഷെ നമ്മളത് അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പോവില്ല നമ്മുടെ വിചാരം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 36-37 വാക്യങ്ങൾ എന്താ പറഞ്ഞത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-37 വാക്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെയാണ്: മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ വെറുതെ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ മതി, അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ നരകത്തിൽ കിടക്കും. അതിൽക്കത് നാവില്ലാതെ ജനിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇന്ന് നമ്മൾ ഭാഗ്യവാന്മാർ കരുതുന്നവരെല്ലാം നിർഭാഗ്യവാന്മാരും, ഇന്ന് നമ്മൾ നിർഭാഗ്യവാന്മാർ കരുതുന്നല്ല ഭാഗ്യവാന്മാരുമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാലം വരും. കണ്ണുള്ളവരെ നമ്മൾ നല്ലവരെന്ന് വിചാരിക്കുന്നു, അവർ നിർഭാഗ്യവാന്മാർ. കണ്ണില്ലാതെ ജനിച്ചൊരു ഭാഗ്യവാന്മാരെന്ന് മനസ്സിലാക്കുന്ന കാലം വരും. ബുദ്ധിയുള്ളവർ ഭാഗ്യവാൻ പറഞ്ഞ് ബുദ്ധിയില്ലാത്തവർ നിർഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്ന ഇത് നേരെ തിരിച്ച് ചിന്തിക്കുന്ന കാലം വരും. കാല് ഉള്ളവർ ഭാഗ്യവാന്മാർ, കാലില്ലാത്തവർ നിർഭാഗ്യവാന്മാരെന്ന് ചിന്തിച്ച് നമ്മൾ കാലില്ലാത്തവർ ഭാഗ്യവാന്മാർ, കാല് ഉണ്ടായിരുന്നു ഞാൻ നശിച്ചു പോയല്ലോ എന്നുള്ള വേദനയോടെ ഓർക്കണ കാലം വരും. ഈ കാലില്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന കാലം വരും. ഒരുപാട് പാപത്തിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. ഞാനും ചിലപ്പോഴൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാല് മാത്രമല്ല, കാല്, കൈ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, പഞ്ചേന്ദ്രിയങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്ന നിസ്സാര പാർട്ടികളൊന്നുമല്ല. നിങ്ങൾ എത്ര കിട്ടിയാലും മതി വരാത്ത പാതാളം പോലെ ആർത്തി പോണതാണ് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും, പഞ്ചേന്ദ്രിയങ്ങൾ. ചെവിക്ക് പിന്നെ കേൾക്കണം. അത് പ്രത്യേകിച്ച് ആരെങ്കിലും കുറ്റാണെങ്കിൽ എന്നിട്ട് എന്നാൽ സുവിശേഷം കേട്ടാൽ ഇരുന്ന് ഉറങ്ങുകയും ചെയ്യും. കണ്ണ് ഇപ്പം ഇരുന്ന് ഉറങ്ങും. ചില അർദ്ധരാത്രി വെളുപ്പാങ്കാലം വരെ ഉറക്കമില്ല, എന്നിട്ട് കുർബാനയുടെ സമയത്ത് ഇരുന്ന് ഉറങ്ങുകയും ചെയ്യും. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-22 വാക്യങ്ങൾ: കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, I tell you truly, truly I say to you, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും
സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. വിഡി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിയിൽ നിബദിക്കും. എവിടെയാണ് ന്യായവിധി, എവിടെയാണ് ത്രോൺ ഓഫ് ജഡ്ജ്മെന്റ് എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഈ നരകം എന്നുള്ള സൈൻ ബോർഡ് ഉണ്ടാവും, നോക്കി നോക്കി പോവുക, ഒറ്റ ചാട്ടം, വേറൊന്നും പ്രതീക്ഷിക്കാനില്ല. എന്ത് വിഡി എന്നൊന്ന് വിളിച്ചാൽ മതി. വിഡി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെ സഭ്യമായ ലാംഗ്വേജാണ്. അതിനപ്പം അപ്പുറത്തുള്ള ലാംഗ്വേജ് വേറെയുണ്ട്. അതൊക്കെ വിളിക്കുന്നവരുടെ സ്ഥിതി എന്തായിരിക്കും? നമ്മുടെ സംഭാഷണം മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് നമ്മൾ യാതൊരു കുഴപ്പമില്ലാത്ത പോലെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് വിലയിരുത്തുന്നില്ല. നമുക്ക് എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് ഇല്ല. നമ്മൾ ആത്മശോധന ചെയ്യുന്നില്ല. ദിവസത്തിൽ 3 നേരങ്ങളിൽ നമ്മൾ ആത്മശോധന ചെയ്തേനേയും ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുകയായിരുന്നെങ്കിൽ നമ്മുടെ മക്കളെ ആത്മശോധന ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചേനെ. നമ്മൾ ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ എടുക്കുന്നില്ല.